ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് സ്റ്റീലിൻ്റെ ഈ സ്ക്രബ്ബർ. എന്നാൽ കുറച്ച് നാൾ നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ചുരുങ്ങിപ്പോകും, മാത്രമല്ല ഇത് പൊടിയാനും തുടങ്ങും. ആ സമയത്ത് നമ്മളിത് വെറുതെ കളയാറല്ലേ പതിവ്. ഇനി ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പഴയ സ്ക്രബ്ബറുകൾ ഒന്നും തന്നെ വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ദോശത്തവ, ഫ്രൈങ് പാൻ ഇവയുടെയൊക്കെ ഹാൻഡിൽ കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം ഇതുപോലെ ഇളകി തുടങ്ങും. വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയാണ് ഈ പ്രശ്നം. രാവിലത്തെ തിരക്കിനിടയിൽ ഇതിൻ്റെയൊക്കെ പിടി ഇങ്ങനെ ഇളകി ആടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെയൊക്കെ പിടി എത്ര മുറുക്കിയിട്ടാലും 1-2 ദിവസത്തെ ഉപയോഗത്തിന് ശേഷം അത് പഴയതുപോലെ തന്നെ ഇളകി തുടങ്ങും. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് നമ്മുടെ ആ പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ മാത്രം മതി. ഇത് കണ്ടോ, എൻ്റെ ഫ്രൈങ് പാനിൻ്റെ ഹാൻഡിലാണ് ഇളകി ആടുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. നമ്മുടെ ആ പഴയ സ്ക്രബ്ബറിൽ നിന്നും ഇതുപോലെ നീളമുള്ള ഒരു കമ്പി വലിച്ചെടുക്കാം. നല്ല ബലമുള്ള നീളമുള്ള കമ്പി തന്നെ നോക്കിയെടുക്കണം. ഞാനിവിടെ നല്ല നീളമുള്ള ബലമുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഫ്രൈങ് പാനിൻ്റെ സ്ക്രൂവിൻ്റെ ആ മൊട്ടുണ്ടല്ലോ, ആ മൊട്ടിൻ്റെ താഴേക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. 4-5 പ്രാവശ്യം നന്നായിട്ട് ചുറ്റിക്കെട്ടിയതിന് ശേഷം ഈ കമ്പിയുടെ അറ്റങ്ങൾ ഇതുപോലെ കെട്ടിവെക്കാം. കമ്പി ഇളകിപ്പോകാതെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിവെക്കണം. കമ്പി സ്ക്രൂവിൻ്റെ അറ്റത്ത് നന്നായിട്ട് ചുറ്റി മുറുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ലാത്ത അറ്റങ്ങൾ മുറിച്ചു മാറ്റാം. ഇനി ഇത് പാനിൻ്റെ പിടിയിലേക്കിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാം. നമ്മൾ വലിച്ചെറിയാനിരുന്ന പഴയ സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇനി പാനിൻ്റെ പിടിയൊന്നും ഇളകിയാടില്ല. വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയ്ക്ക് പരിഹാരമായ ഈ ടിപ്പ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാവരും വീട്ടിൽ ബാറ്ററി കൊണ്ട് വർക്ക് ചെയ്യുന്ന ക്ലോക്ക്, റിമോട്ട് ഇവയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ വലിയ ബാറ്ററി ഉള്ള ക്ലോക്ക്, റിമോട്ട് ഇവയുടെയൊക്കെ ചാർജ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാലും വിഷമിക്കണ്ട കേട്ടോ. ഒരു ചെറിയ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ ബാറ്ററി പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാൽ നമുക്ക് ഓടിപ്പോയി മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ചെറിയൊരു ബാറ്ററി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ബാറ്ററി ഇടുന്ന ക്ലോക്കിലും റിമോട്ടിലും ഒക്കെ ചെറിയ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇതുപോലെ ഒരു ട്രിക്ക് ചെയ്താൽ മതി. നമ്മുടെ പഴയ സ്റ്റീൽ സ്ക്രബിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുത്ത് ബാറ്ററിയുടെ സൈഡിൽ ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ചെറിയ ബാറ്ററിയിലും നമ്മുടെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ക്ലോക്കിലും റിമോട്ടിലും മാത്രമല്ല, ബാറ്ററി യൂസ് ചെയ്യുന്ന എന്ത് സാധനത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടോ. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ആ പഴയ സ്റ്റീൽ സ്ക്രബിൻ്റെ ഈ ഉപയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇതുപോലെ പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് നമുക്ക് ഇഞ്ചിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനും സാധിക്കും. ഇതുപോലെ ഒരു കംഫർട്ടിൻ്റെ അടപ്പും നമ്മുടെ പഴയ സ്ക്രബും മാത്രം മതി എത്ര കിലോ ഇഞ്ചി വേണേലും വളരെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ആദ്യം തന്നെ കംഫർട്ടിൻ്റെ ക്യാപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ സ്ക്രബ് ഒരു ചരട് കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം. ഇനി ഇത് കംഫർട്ടിൻ്റെ ക്യാപ്പിനുള്ളിലൂടെ മുകളിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിവെക്കാം. ഇഞ്ചിയും ഉരുളക്കിഴങ്ങും ഒക്കെ വളരെ പെട്ടെന്ന് നിഷ്പ്രയാസം തൊലി കളഞ്ഞെടുക്കാൻ ഇത് മാത്രം മതി. ഈ പഴയ സ്ക്രബ് കൊണ്ട് നമ്മുടെ വീട്ടിലെ കത്തിയും കത്രികയും ഒക്കെ മൂർച്ച കൂട്ടിയെടുക്കാം. മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ നമ്മുടെ ഈ സ്ക്രബിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. മീൻ മുറിക്കുന്ന കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാനാണെങ്കിൽ നമ്മുടെ സ്ക്രബ് ഇതുപോലെ കത്രിക കൊണ്ട് മുറിച്ചാൽ മതി. കത്രിക കൊണ്ട് സ്ക്രബ് ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും. കത്തിയുടെയും കത്രികയുടെയും മാത്രമല്ല കേട്ടോ, നമ്മുടെ പഴയ ഗ്രേറ്ററിൻ്റെ മൂർച്ച കൂട്ടാനും ഇത് മാത്രം മതി. സ്ക്രബ് കൊണ്ട് ഗ്രേറ്ററിൽ ഇതുപോലെ ഉരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂർച്ച കൂടുക മാത്രമല്ല, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറയും ചെളിയും ഒക്കെ പോയി നമ്മുടെ ഗ്രേറ്റർ നല്ല ക്ലീൻ ആവുകയും ചെയ്യും. പഴയ സ്ക്രബ് വെച്ചുള്ള നല്ലൊരു ടിപ്പല്ലേ ഇത്. പഴയ സ്ക്രബ് കൊണ്ട് വളരെ ഫലപ്രദമായ മറ്റൊരു ഉപയോഗമാണ് ഇനി പറയുന്നത്. ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ് ഉണ്ടെങ്കിൽ എലികളെ തുരത്തി ഓടിക്കാം. നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ ഇതൊരെണ്ണം മാത്രം മതി.
നമ്മൾ കളയാൻ വെച്ചേക്കുന്ന പഴയ ഒരു സ്ക്രബ് എടുത്ത് കത്രിക കൊണ്ട് ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് മുറിച്ചെടുക്കാം. തീരെ ചെറിയ പൊടികളായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു പീസ് സ്ക്രബ് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ 2 ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ ആ സ്ക്രബിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എലിയുടെ ശല്യം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ബിസ്ക്കറ്റും ഒരു പീസ് സ്ക്രബും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ബിസ്ക്കറ്റും സ്ക്രബിൻ്റെ പൊടിയും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. സ്റ്റീൽ സ്ക്രബ് പൊടിച്ചതും ബിസ്ക്കറ്റ് പൊടിച്ചതും വെള്ളം ചേർത്ത് കുഴച്ച് നല്ല ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വീടിന് ചുറ്റും എലി വരാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. എലിശല്യം കൂടുതലുള്ള ഏരിയകളാണ് കാർ പോർച്ചും അടുക്കളയുടെ ഭാഗവുമൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് ഈ ബോൾസ് ഓരോന്ന് വയ്ക്കാം. ബിസ്ക്കറ്റിൻ്റെ ആ നല്ലൊരു മണം ഉള്ളതുകൊണ്ട് എലികളിത് തിന്നും. എലികളിത് തിന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം നമ്മുടെ സ്റ്റീൽ സ്ക്രബ് നോക്കിക്കോളും. നമ്മുടെ ആ സ്ക്രബിൻ്റെ പൊടികൾ അവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സാരമായി ബാധിക്കുകയും അവ ചാവുകയും ചെയ്യും. വെറും 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ചില ആളുകൾക്ക് എലിയെ കൊല്ലുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് എലിയെ തുരത്തി ഓടിക്കാനും ഈ പഴയ സ്ക്രബ് മാത്രം മതി. എലി ശല്യം കൂടുതലാണെങ്കിൽ നമ്മുടെ മുറ്റത്തോ മതിലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പൊത്തുകളിലെ എലികളെ തുരത്തി ഓടിക്കാനായിട്ട് നമുക്കൊരു ട്രിക്ക് ചെയ്യാം. നമ്മുടെ പഴയ സ്ക്രബ് നന്നായിട്ടൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം ഈ പൊത്തിനകത്തേക്ക് കയറ്റി വെച്ചു കൊടുക്കാം. നീളമുള്ള കമ്പോ കോലോ ഉപയോഗിച്ച് എലിമാളത്തിനുള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് കുത്തി ഇറക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഇങ്ങനെ ചെയ്താൽ മാളത്തിലിരിക്കുന്ന എലി പുറത്തേക്കും വരില്ല. പുറത്തു നിന്നും ഒരെലി പോലും അകത്തേക്കും കയറില്ല. നമ്മുടെ വീട്ടിലെ അഴുക്കും കറയും കരിമ്പനും പിടിച്ച ടൈല് കഴുകി വൃത്തിയാക്കാനും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കറയും കരിമ്പനും പിടിച്ച ടൈലിലേക്ക് ഒരൽപ്പം സോപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സ്ക്രബ് കൊണ്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. നിമിഷ നേരം കൊണ്ട് ടൈലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയും കരിമ്പനും ഒക്കെ പോയി നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും. മാത്രമല്ല തുരുമ്പ് പിടിച്ച പാത്രങ്ങളിലെ തുരുമ്പ് ഇളക്കി കളയാനും ഇത് ബെസ്റ്റാണ്. ഇങ്ങനെ ചെയ്താൽ കൈ വേദനിക്കാതെ സ്ക്രബ് കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകാനും സാധിക്കും. സ്റ്റീലിൻ്റെ പഴയ സ്ക്രബ്ബർ കൊണ്ടുള്ള ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്